വലിച്ചു പിടിക്കടാ. എടാ മയ്യാക്കി കെട്ടണം. നീ എന്ത് കാണിച്ചേ കെട്ടണേ? എടാടാ എന്നെ ടീച്ചർ വിളിക്കുന്നുണ്ട്, ഞാൻ വരാം. എടാ അയ്യോ ആ മൈക്ക് എടുക്കാൻ പറഞ്ഞേ. എന്റെ പൊന്നെ ഇത് കെട്ടിയിട്ട് നിങ്ങളിപ്പോ മര്യാദക്ക് കെട്ട്. അവിടുന്ന് ഊർന്നൊക്കെ പോണോ? ടീച്ചർ ഇവിടെ നിൽക്കാണോ? വേഗം അങ്ങ് ചെല്ലേ. ടീച്ചറെ കളക്ടർ നിലിശ്ശേരെത്തിട്ടോ. എച്ച്.എമ്മിനോടൊന്ന് പറഞ്ഞേക്കേ. സാറ് സന്തോഷ് സാറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞേക്ക്. ഞാനേ ഓഡിറ്റോറിയത്തിലേക്കൊന്ന് പോവാണ്. അവിടെ എന്തായെന്ന് നോക്കട്ടെ. ടീച്ചറെ പൊളിയിലൊക്കെ ആണല്ലോ. വേഗം ആവട്ടെ പിള്ളേരെ, കളക്ടർ എത്താറായി. കളക്ടറുടെ വണ്ടി ഗേറ്റിലേക്ക് എത്തുമ്പോ തന്നെ പടക്കം പൊട്ടിക്കൂലേ? ആ അത് ഞാൻ അയച്ചു സാറേ. അടുത്തതായി ബഹുമാനപ്പെട്ട കളക്ടറെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുവാനായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എങ്കിൽ ഞാനൊരു കഥ പറയട്ടെ. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അനന്തൂര് ഓർമ്മ വന്നു. ഏകദേശം ഒരു 12 വയസ്സേ അവനുണ്ടായിരുന്നുള്ളൂ. നന്നായി പഠിക്കുമായിരുന്നു. അവനവൻ്റെ അമ്മയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. പക്ഷെ അച്ഛനൊരു സ്ഥിരം മദ്യപാനിയായിരുന്നു. അവൻ്റെ ഒരു പഠിത്തം പഠിച്ച് കളക്ടറാമോ? ആരുടെ അമ്മേനെ കെട്ടിക്കാനുള്ള ഇതും തുറന്നു വെച്ചേക്കണേ. കുടിച്ചു വന്ന് വീട്ടിലെന്നും വഴക്കാം. എന്ത് കോപ്പടി ഉണ്ടാക്കി വെച്ചാൽ എരുവില്ല പുളിയില്ല. അവളുടെ മറ്റൊരുത്തർ കറി. എന്റെ കാര്യത്തിൽ ഇടപെടുന്നു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കഴിവുള്ള മോളെ അടങ്ങിയതൊക്കെ കഴിഞ്ഞിരിക്കട്ടെ. ഒന്ന് കുഴിച്ചോളെ. എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെ ആകെയുള്ളൊരു ആശ്വാസം അത് അമ്മയായിരുന്നു. ഒരു ദിവസം അവൻ സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ എന്താ പറ്റി അമ്മ? അമ്മ അമ്മ എഴുന്നേക്കമ്മേ. അയ്യോ അമ്മേ. അമ്മയുടെ മരണം അവനെ വല്ലാതെ തകർത്തു കളഞ്ഞു. അവൻ്റെ അച്ഛനോടുള്ള പക അത് പതുക്കെ സമൂഹത്തിനോടായി. അധികം വൈകാതെ തന്നെ അവൻ ആ നാട്ടിലെ ലഹരി മാഫിയയുടെ ഒരു കാരിയറായി മാറുകയായിരുന്നു. നിങ്ങൾക്കറിയോ കാരിയർ എന്താണെന്ന്? ഇവിടെ തന്നെയാണോ വരാൻ പറഞ്ഞത്? ഇങ്ങോട്ടാണ് വരാൻ പറഞ്ഞത്. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഏയ് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സൂക്ഷിക്കണേ. ചേട്ടാ, അതാ ഞാൻ പറഞ്ഞ ആള്. ഞങ്ങൾ ഹോസ്റ്റൽ മേറ്റ്സാ. അപ്പോൾ ആളൊരു തവണ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്യാഷുള്ള ടീമും കൂടെയാ. എന്തായാലും അണ്ണൻ അവളുടെ ഫോട്ടോ കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പറയുമ്പോൾ നീ അവളെയും കൂട്ടി അണ്ണൻ്റെ അടുത്തോട്ട് വന്നാൽ മതി. ഇപ്പം ആവശ്യത്തിന് സാധനം ഞാൻ തരാം. ആരും കാണണ്ട, പൊക്കോ. ശരി. കൂട്ടം കൂടി നിൽക്കല്ലേ, ഒരു സൈഡിലേക്ക് പോ. എടാ അവിടെയുണ്ട് 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 അവിടെയുണ്ട്. അപ്പോ ഭക്ഷണം കഴിക്കാൻ പാടാ. എത്ര നേരമായി? അപ്പോ ആ അമ്മേ, ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഫോൺ ഉപയോഗിക്കായിരുന്നോടെ? വേഗം കഴിക്കാൻ നോക്ക്.
ഹോംവർക്കൊക്കെ ചെയ്തിട്ടില്ലേ? ആ അതൊക്കെ ഞാൻ ചെയ്ത്. മോനെ സൂക്ഷിച്ചു പോണേ. ടാറ്റാ. രജനി, ഇതെന്തു കോലാടത്? നീ ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് പോയേ? നിന്റെ ID കാർഡ് എവിടെ ഇടാനുള്ളതാടാ? അമ്മ ഒന്നും മിണ്ടാണ്ടിന്നേ. അമ്മ പോയി ചായ എടുത്തേ, എനിക്ക് വിശന്നിട്ട് പാടില്ല. നിന്റെ വേഷം കെട്ട് അച്ഛനും കൂടെ വരട്ടെ. ആ അമ്മ പറഞ്ഞു കൊടുക്ക്. അമ്മേ അച്ഛൻ വന്നു. ആഹാ, ഇന്ന് പതിവില്ലാതെ പഠനമൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ വരാൻ നോക്കിയിരിക്കാം ഫോൺ എടുത്തോണ്ട് പോവാൻ. എടാ സുരേഷ് വന്നിരുന്നു. ഈ മാസെങ്കിലും കൊടുക്കാനുള്ളത് കുറച്ചെങ്കിലും കൊടുക്കാനാ പറയണേ. അതാ ഞാനും ആലോചിക്കുന്നത്. സൊസൈറ്റിയിലെ മുടക്കം ഒരുപാടായി. ട്യൂഷൻ ഫീസ്, പിന്നെ നിന്റെ മരുന്ന് തീരാറായല്ലോ. അത് സാരില്ല. എത്രയാന്ന് വെച്ചാൽ അവൻ്റെ അത് മേടിക്കുന്നത്? നിന്റെ ആശുപത്രി കേസിന് എത്ര രൂപയാണ് മേടിച്ചത്? ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. മുതലാളിയോട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ പറയാമെന്നാ പറഞ്ഞത്. മോൻ കിടന്നോടി? ആ അവൻ കിടന്നു. അതെ, നിങ്ങളാണ് മോനെ ചീത്തയാക്കണേ. അവന് ഫോണിൽ ഗെയിമുകൾ ഇച്ചിരി കൂടുതലാ. എൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് കേടാവുമ്പോൾ അവന് പുതിയ ഫോൺ വേണമെന്ന് പറഞ്ഞ വാശി. ഇങ്ങനെ പോയി അവൻ്റെ പഠിപ്പൊക്കെ അവതാളത്തിലാവും. ചേട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അവൻ കുട്ടിയല്ലേ, കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ പഴയ കാലമൊന്നും അല്ലല്ലോ, പുതിയ ടെക്നോളജി അല്ലേ. വലുതാകുമ്പോൾ എല്ലാം ശരിയാവും. നീ അതൊന്നും കാര്യമാക്കണ്ട. ആ ഞാനൊന്ന് കിടക്കട്ടെ. എടാ പുതിയ ഫോണാ? 5G ആണോടാ? അതെടാ 5G യാ. കാട്ടി. നല്ല സ്പീഡായിരിക്കുമല്ലോ. എടാ നല്ല സ്പീഡാ. സാധനം കൊള്ളാട്ടാ. എടാ നിക്ക് ഞാൻ അങ്ങോട്ട് വരാം. എടാ നീ പെട്ടെന്ന് വാ, ഞങ്ങളെ പഠിച്ച് തീർക്കും. ഞാൻ നോക്കേ വേമ്പ. എടാ കേറി ചെല്ല്. നീ ഇങ്ങോട്ട് വേണം, ഞങ്ങൾ അറിയലുണ്ട്. എടാ കൂട്ടം കൂടി പോലെ. എടാ MP40 ഉണ്ട്. വണ്ടി എടുക്ക്. നേരെ വെക്കോ. എടാ ഞാൻ എന്തോ പുതിയ എന്റെ അമ്മേ, എത്ര നാളായി പറഞ്ഞു ഈ തല്ലിപ്പൊളി ഫോം മാറ്റിട്ട് പുതിയ ഒരെണ്ണം മേടിക്കാൻ? ഞാൻ കളിക്കാൻ പോവാണ്. അപ്പോ ദൂരത്തേക്ക് പോവല്ലേട്ടോ, അച്ഛൻ ചീത്ത പറയും. ഒന്നും ചെക്കന് ഒരു അനുസരണില്ലാണ്ട്. സ്കോഡ് എങ്ങനെയുണ്ട്? സ്കോഡ് എടാ ഇത് ഹാങ് ആവള്ള. ലാഗ് അടിച്ചോണെങ്ങനെയുണ്ടോ? ലാഗ് അടിച്ചു. നിന്റെ ഫോൺ നല്ല സ്മൂത്ത് ആണല്ലോ. ഡാ നീ പുതിയ ഫോൺ മേടിച്ചാ? സൂപ്പർ ഫോണാണല്ലോ. 5G യാ? സൂപ്പർ ഫോണാണല്ലോടാ. എടാ 5G ടാ. എടാ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. ഓഫ് പൊളി സാധനം. നിന്റെയൊക്കെ ഒരു ഭാഗ്യം. എന്താ അങ്ങനെ ഒരു വർത്താനം? അല്ല നിന്നെ എത്ര ഇഷ്ടമുണ്ടായിട്ടല്ല നിന്റെ അച്ഛനും അമ്മ നിനക്ക് ഫോൺ മേടിച്ചെന്നേ. നീ ഇങ്ങോട്ട് വന്നേ. എടാ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ പുള്ളിയുണ്ടല്ലോ, എൻ്റെ അമ്മ മരിച്ചേ പിന്നെ വേറൊരുത്തേ കെട്ടി സുഖമായി ജീവിക്കുക. അയാൾ കുടിച്ചിട്ട് വന്നിട്ട് എന്നെ എൻ്റെ അമ്മയെ എത്രമാത്രം തല്ലിയുണ്ടെന്ന് നിനക്കറിയോ? ഞാൻ ആരെ അറിയിച്ചിട്ടൊന്നുമില്ല. അപ്പാ ഫോണോ? എടാ നിനക്കൊരു കാര്യം അറിയോ? എന്നെ ആരും നോക്കാനില്ലപ്പോ എന്നെ നോക്കിയത് അണ്ണനാ. അണ്ണന് കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാ. നിനക്ക് ഫോൺ വേണോ? അണ്ണനോട് പറഞ്ഞാൽ മതി, അണ്ണൻ മേടിച്ചു തരും. അപ്പൊ പൈസ ഒന്നും കൊടുക്കണ്ടേ? 5ന്റെ പൈസ കൊടുക്കണ്ട. അണ്ണൻ പറയണ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അതെന്ത് കാര്യം? അത് നിസാരം. അണ്ണൻ എന്തെങ്കിലും വാങ്ങാനോ കൊടുക്കാനോ പറഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യാം. അണ്ണനെ ഒരാൾ ഇഷ്ടമായി കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യും. നീ ഇത് കണ്ടില്ലേ?
ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഭാഗ്യമുണ്ടെങ്കിൽ നിനക്കും കിട്ടിയാലോ. വീട്ടിലറിഞ്ഞാ പ്രശ്നാവൂലേ? വീട്ടിലറിഞ്ഞല്ലേ? ഹലോ അണ്ണാ, പറ്റിയൊരാളെ കിട്ടിയിട്ടുണ്ട്. ആ, വിശ്വസിക്കാം. ഞാനല്ലേ പറയണേ. ആ, എത്തിക്കാം. പഴയ സ്ഥലത്തല്ലേ? ആ, ശരി എന്നാ. ഓ, ഈ സ്ഥലം കണ്ടിട്ട് തന്നെ പേടിയാവും. നീ എന്തിനാ പേടിക്കണേ? ഞാനല്ല അണ്ണനോട് പറഞ്ഞിട്ടുണ്ട്. നീ വാ. അവിടെ ചെന്നധികം സംസാരിക്കണ്ട കേട്ടാ. വിനീതേട്ടാ, അണ്ണനെന്തേ? കൂട്ടുകാരനാ, അണ്ണ ഒന്ന് കാണണോന്ന് പറഞ്ഞിണ്ടേ. അണ്ണനവിടെ ഉണ്ട്, പോയി കണ്ടോ. വാടാ. എടാ, അണ്ണൻ ഈ വാണപ്പിള്ളേരെ കൊണ്ട് ഇത്രയും വലിയ ഡീല് ചെയ്യിപ്പിക്കണ എന്തിനാ? നമ്മൾക്ക് എന്തിനാ അവിടെ? ഒന്നും കാണാതെ ഇത്രയും വലിയ ഡീൽ ആ പിള്ളേരെ വെച്ച് അണ്ണൻ നടത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അണ്ണൻ്റെ ഒരു യോഗം. അണ്ണാ, ഇതാണോടാ നീ പറഞ്ഞ അപ്പു? വന്നടാ. അവൻ്റെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെയാ. അണ്ണൻ മൊബൈൽ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അണ്ണൻ കണ്ടറിഞ്ഞൊന്ന് സഹായിക്കണം. അതൊക്കെ ശരിയാക്കി തരാടാ. ഫോണൊക്കെ അടുത്ത ദിവസം നിനക്ക് ഞാൻ മേടിച്ചു തരാം. ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ നീ ചെയ്യേണ്ടി വരും കേട്ടോ. ആ സാധനം കെടുത്തടാ. ഒന്ന് വേഗം ആവട്ടടാ. ഈ പൊതി ഇപ്പം നീ പിടിക്ക്. ഇത് ആരെ ഏൽപ്പിക്കണമെന്നുള്ള കാര്യം ആനന്ദ് എന്നോട് പറയും. അതുപോലെ നീ ഞാൻ ചെയ്താൽ മതി. മേടിച്ചോ, അണ്ണൻ തന്നെയല്ലേ. പൊക്കോ. അതെ, അണ്ണന് നിന്നെ അങ്ങ് വല്ലാതെ അങ്ങ് ബോധിച്ചിട്ടാ. ഇനി എന്നെ ഉപദ്രവിക്കരുത് ചേട്ടാ. ഞാൻ നിന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല. നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ദേ ഇവിടെ നോക്കി ഈ അണ്ണൻ ചെയ്തു തരില്ലേ? അപ്പം നീ എന്ത് ചെയ്യണം? ഈ അണ്ണന് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നീ ചെയ്തു തരണം. എനിക്ക് വീട്ടിൽ പോകണം. വിടാ, ഇടയ്ക്കൊക്കെ അണ്ണൻ ഇങ്ങോട്ട് വിളിക്കും. അപ്പം ഇങ്ങോട്ട് പോന്നേക്കണം കേട്ടാ. എടാ, ഇത് മറ്റേതല്ലേ? എന്ത് കഞ്ചാവ്. ഒന്നും മിണ്ടായിരുന്നടാ, ആരേലും കേട്ടാലാ. ഇതിലെന്ത് കുന്തായാലും നമുക്കെന്താ? അതൊക്കെ അണ്ണൻ നോക്കിക്കോളും. എടാ, എനിക്ക് പേടിയാവുണ്ട്. എന്തിന്? പോലീസ് പിടിച്ചാലോ? എടാ പൊട്ടാ, നിന്നെ എന്നെ പോലുള്ള കുട്ടികളെ ആര് സംശയിക്കാനാ? അതല്ലാതെ അണ്ണന് നല്ല പിടിപാടുള്ളതാ. നീ ഒന്നും മിണ്ടായിരുന്നാ മതി. അമ്മേ, അമ്മ എന്നെ വിടാൻ പറ അമ്മേ. ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല അമ്മേ. അമ്മ എന്നെ വിടാൻ പറ അമ്മ. പ്ലീസ് അമ്മ, ഒന്ന് പറ അമ്മ. എന്നെ കൊണ്ടുപോലെന്ന് പറ അമ്മ, പറ അമ്മേ. നിങ്ങൾ എന്ത് പണിയോടെ കാണിക്കണേ? ഇന്നലെ സാധനം എത്തിക്കാന്ന് പറഞ്ഞേ, ഇതുവരെ സാധനം വന്നിട്ടില്ല. ഞാൻ എത്ര നേരം എന്നറിയോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ബോസാണെങ്കിൽ വിളിച്ച് ആകെ കലിപ്പിലാണ്.
ഈ ഡീൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ. ആ പിള്ളേര് പണി തന്നടാ. രണ്ടര തന്നെ ഇന്ന് പൊക്കിക്കോട്ടാ. ഞാൻ അന്നേ പറയണ ഈ ചീലി ചക്കന്മാർക്ക് ഇത്ര വലിയ ഡീൽ കൊടുക്കണ്ടെന്ന്. മര്യാദക്ക് പറയടാ, പന്നെ വാ തുറന്നു. എൻ്റെ പൊന്നുമക്കളും ഉള്ള കാര്യം പറ. എവിടേക്കാ മുക്കിയേക്കണേന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഒക്കെ പിടിച്ച് തൂക്കും ഞങ്ങള്. നീ പറഞ്ഞിട്ടല്ലടാ ഇവൻ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോ സാധനം എവിടെടാ? നിനക്കെന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. അവിടെ ഒന്ന് പറയടാ, എന്നെ കൂടി കൊലക്കി കൊടുക്കാതെ. ഇവരോടൊന്നും ഇങ്ങനെ മനസ്സിലാവില്ല, ഞാൻ പറയിപ്പിക്കാം. നാളായി നിന്റെ തപ്പി നടക്കുന്നു. ഇനി പുറലോകം കാണുന്നത് എനിക്കൊന്ന് കാണണം. ഇവിടെ നടക്കുന്നത് എന്താന്ന് നിനക്ക് മനസ്സിലായോടാ? നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് വഴി ഉണ്ടാക്കാം. ഞാൻ സ്റ്റേഷനിലേക്കൊന്ന് വിളിക്കട്ടെ? അത് വേണ്ട, നമ്മുടെ മോൻ എന്തെങ്കിലും പ്രശ്നമായാലോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ സിയ എൻ്റെ സുഹൃത്താണ്. നമ്മൾ സ്റ്റേഷനിൽ അറിയിച്ചില്ലെങ്കിലാണ് പ്രശ്നം. ഞാൻ ഇറങ്ങിക്കോട്ടെ സാറേ. നീ ഇറങ്ങണ ഞങ്ങൾ തീരുമാനിക്കും. ഇന്ന് ഇവൻ കാരണം കൊണ്ടാ വലിയൊരു ലഹരി സംഘത്തെ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയത്. അറിയാലോ, ഇവിടുത്തെ കിളിരാഴ്ചയും കുറേ സംഘങ്ങളൊക്കെ കുറേ നാളായി ഞങ്ങൾ അവരെ പിടിക്കാൻ വേണ്ടി നടക്കുന്നു. പക്ഷെ ഇന്നാണ് സാധിച്ചത്. ഇപ്പോൾ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് കുട്ടികളെയാണ് അവർ കാരിയറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ പോലീസുകാർ വിചാരിച്ചാൽ മാത്രം കാര്യമൊന്നുമില്ല. നിങ്ങൾ രക്ഷാകർത്താക്കൾ കൂടി ശരിക്കും നല്ല ജാഗ്രത പുലർത്തണം. പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് സഹായം നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾ വിളിക്കുന്ന നമ്പറുകളൊക്കെ വളരെ രഹസ്യമായിരിക്കും ചെയ്യും. പോലീസ് എന്ന രീതിയിലേക്ക് എന്നെ വിളിക്കണമെന്നില്ലല്ലോ. കേട്ടാ രാഘവ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാൻ പറ്റില്ലേ? അപ്പോൾ ശരി. ഓ ശരി എന്നാ. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അവരതെങ്ങനെ നടത്തി തരണേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവരത് നടത്തി തരുന്നില്ലേ? അപ്പം അവർ നമ്മളിൽ അർപ്പിച്ച ഒരു വിശ്വാസവും സ്നേഹമുണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടേ? നന്നായി പഠിക്കുക, ജോലി നേടുക, ഒരു ലഹരിക്കും അടിമപ്പെടാതിരിക്കുക, ലഹരിക്കെതിരെ പോരാടുക. ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സാറേ, യെസ്, സാറ് പറഞ്ഞ അപ്പുവാനിതിപ്പോ എവിടെയാ? അവരിവിടെയൊക്കെ തന്നെയുണ്ട്.